ഹായ് അസ്സലാമു അലൈക്കും. അപ്പം ഞാൻ വന്നിട്ടുള്ളത് ചിക്കൻ കൊണ്ടാട്ടം ഉണ്ടാക്കാനാണ് കേട്ടോ. അപ്പോൾ ഈ വെളിച്ചെണ്ണ കുപ്പി ശ്രദ്ധിച്ചോ നിങ്ങൾ? ഇതിൻ്റെ ഒരു വീഡിയോ ഞാൻ കാണിക്കത് കേട്ടോ, മേടിച്ചത് ലിങ്കൊക്കെ. അപ്പോൾ അതാ ചിക്കൻ കായം തേച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. സാധാ ഉപ്പും മുളകും പൊടിയും മഞ്ഞൾപ്പൊടിയും തേച്ചിട്ട് കായം തേച്ച് വെച്ചതായിരുന്നു കേട്ടോ, വേറൊന്നും ചേർത്തിട്ടില്ല. അപ്പോൾ അത് പൊരിക്കാൻ വെച്ചിട്ടുണ്ട്. ഇത് 2 പ്രാവശ്യമായിട്ട് കുറേശ്ശെ ഫ്രൈ ചെയ്തെടുക്കണം നമുക്ക്. അപ്പോൾ ആ കുപ്പിയുടെ വീഡിയോ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇതാണ് ഫ്ലിപ്കാർട്ടിൽ നിന്ന് മേടിച്ചതാണ്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ഉപകാരമുള്ളൊരു കുപ്പി ആയതുകൊണ്ടാണ് നിങ്ങൾക്കും കൂടി കാണിച്ചു തരുന്നത്. അപ്പോൾ ഇത് ആവശ്യമുള്ളൊരു കമൻറ്റിലൂടെ അറിയിക്കുകയാണെങ്കിൽ അതിൻ്റെ ലിങ്ക് അയച്ചു തരാം. അപ്പോൾ ഫ്ലിപ്കാർട്ടിൽ ചെക്ക് ചെയ്താൽ കിട്ടും. അപ്പോൾ നല്ലൊരു ഉപകാരമുള്ളൊരു കുപ്പി ആയതുകൊണ്ടാണ്. വെളിച്ചെണ്ണയൊക്കെ യൂസ് ചെയ്യാനത് സ്പ്രേ ചെയ്യുന്നതുണ്ട് അതിൻ്റെ കൂട്ടത്തിൽ തന്നെ. നമുക്ക് വല്ല ഓംലേറ്റൊക്കെ അടിക്കുമ്പോൾ എണ്ണ പരട്ടണതിന് അതിൽ നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കുക. ദോശ ഉണ്ടാക്കുമ്പോഴൊക്കെ ആ സാധനം ഞെക്കി കൊടുത്താൽ സ്പ്രേ ഇറ്റ് വരും. പിന്നെ അല്ലാത്തത് നമുക്ക് കൂടുതൽ ഒഴിക്കണമെങ്കിൽ അത് തുറന്നിട്ട് ഇതേപോലെ ഒഴിച്ചും കൊടുക്കുക. അപ്പോൾ അത് ആ കുപ്പിയിലെ കുറച്ച് കൂടി വെളിച്ചെണ്ണ എടുത്ത് വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതാണ് ഈ വെളിച്ചെണ്ണ കുപ്പിയുടെ കാര്യം പറയാമെന്ന് പറഞ്ഞത് ഞാൻ. നല്ലൊരു ഉപകാരമുള്ള പാത്രം കേട്ടോ, ഗ്ലാസിൻ്റെയാണ്, അതുകൊണ്ട് നല്ല വൃത്തിയുണ്ട്. അപ്പോൾ അത്രേ ഉള്ളൂ. അതാ സ്പ്രേ ചെയ്യുന്നത് ഇതാ ഉണ്ടോ. നമുക്കങ്ങനെ സ്പ്രേ ചെയ്തെടുക്കണമെങ്കിൽ അങ്ങനെ എടുക്കുക. അപ്പോൾ അതപ്പോഴേക്കും നമ്മൾ ചിക്കനൊക്കെ പൊരിച്ച് കഴിഞ്ഞിട്ടുണ്ട്. 2 പ്രാവശ്യമായിട്ട് പൊരിച്ചെടുത്തിട്ടുണ്ട്. ആ ഓയിൽ നമ്മൾ ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാനിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ. വെളിച്ചെണ്ണ, ഓയിലല്ല, ആ ചിക്കൻ പൊരിച്ച വെളിച്ചെണ്ണ ഉണ്ടല്ലോ, അത് അതിൽ തന്നെയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ചെറിയ ഉള്ളി നന്നാക്കി നുറുക്കി വെച്ചിട്ടുണ്ട്. ഒന്ന് പൊളിച്ച് വെച്ചതാട്ടോ. ഈ ചിക്കൻ കൊണ്ടാട്ടമൊക്കെ ഉണ്ടാക്കുമ്പോൾ ചെറിയ ഉള്ളിയാണ് കൂടുതൽ ഇടേണ്ടത്, അപ്പോഴാണ് അതിനൊരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ സവോള ചേർത്താലും മതി. ഞങ്ങൾ ചെറിയ ഉള്ളിയാണ് അങ്ങനെയുള്ളതിലൊക്കെ ചേർക്കുക, നല്ല ടേസ്റ്റാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അപ്പോൾ അതൊന്ന് ഉപ്പൊക്കെ ഇട്ടിട്ട് ഒന്ന് ഇളക്കിയിട്ട് ഒന്ന് വഴറ്റിയിട്ട് നമുക്കൊന്ന് മൂടി വെക്കാം ഒരു 5 മിനിറ്റ് ഒന്ന് വഴന്ന് വരാൻ വേണ്ടിയിട്ട് കേട്ടോ. പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഉപ്പിട്ടിട്ടൊന്ന് അടച്ച് വെച്ചാൽ. വേണ്ട, ഉള്ളിയൊക്കെ നല്ല വഴന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് നല്ല വഴന്ന് ഇതായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ ചതച്ച് വെച്ചതുണ്ട്, അതും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞങ്ങൾക്ക് കല്യാണ വീട്ടിൽ നിന്നൊരു റൈസ് കിട്ടിയതാണ് കേട്ടോ. അപ്പോൾ അതിൽ ഫീസില്ല, നല്ല റൈസായിരുന്നു, ചൂടുള്ള റൈസ്. അപ്പോൾ ഞങ്ങളപ്പോൾ വേഗം ചിക്കനൊക്കെ കൊണ്ടിരിച്ചിട്ട് അതിലേക്ക് ഒന്ന് സെറ്റാക്കിയതാണ് രാത്രിക്കലത്തെ ഫുഡിന് വേണ്ടിയിട്ട്. അപ്പോൾ അതാ ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് ഉണ്ടായിരുന്നു, അതും കൂടി ചേർത്തിട്ട് നന്നായിട്ട് അതിൻ്റെ പച്ചമണം മാറുന്ന വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് ഈ മസാലയൊക്കെ നല്ലൊന്ന് ഉടഞ്ഞ് കിട്ടുന്ന വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. പിന്നെ അതിലേക്ക് നമുക്ക് മസാലപ്പൊടികൾ ചേർക്കാം. ഇതാ 2 ടീസ്പൂണോളം മുളക് പൊടി ചേർത്തിട്ടുണ്ട് കേട്ടോ. നമ്മളെ എരിവിന് ആവശ്യത്തിനുള്ള ഇടാം. ഞാൻ 2 ടീസ്പൂൺ ഇട്ടിട്ടുള്ളൂ, ഞങ്ങൾക്ക് അധികം എരിവ് വേണ്ടാത്തതുകൊണ്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കാശ്മീരി ചില്ലി ഉണ്ടെങ്കിൽ അതാണ് കുറച്ചും കൂടി കൊണ്ടാട്ടത്തിന് നന്നാവുക. അതിൻ്റെ അടുത്ത് ഇല്ലാത്തതുകൊണ്ട് സാധാ മുളക് പൊടി തന്നെ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ കുറച്ച് ഗരം മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ടൊമാറ്റോ സോസ് ഉണ്ടായിരുന്നു, അതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ആ സോസിൻ്റെ ഒരു പച്ചമണവും ഇതൊക്കെ ഒന്ന് മാറുന്ന വരെ നമ്മൾക്കിത് അതിലേക്ക് കുറച്ച് ലൂസായി കിട്ടാൻ വേണ്ടി തിളച്ച വെള്ളം, പച്ചവെള്ളം ഒഴിക്കരുത്, തിളച്ച വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അത് നമുക്ക് പെട്ടെന്നൊക്കെ ഒരു ഗസ്റ്റൊക്കെ വരുമ്പോൾ ഉണ്ടാക്കിയിട്ടൊക്കെ കൊടുക്കാൻ പറ്റിയതാണ്. ചിക്കൻ പെട്ടെന്ന് കായം തേച്ചെടുക്കാനൊക്കെ പറ്റും. കഴിഞ്ഞൊന്ന് ഫ്രൈ ചെയ്തിട്ട് ഇതിങ്ങനെ ആക്കിയെടുത്താലൊക്കെ വേഗം ഉണ്ടാക്കാനൊക്കെ പറ്റും കേട്ടോ. അപ്പോൾ അതെല്ലാതും കൂടി മിക്സായി നല്ല ഒന്ന് ഇതായി വരണം മസാലകളൊക്കെ. അപ്പോൾ ആ സമയത്ത് ഇതാ ഒരുവിധം വറ്റി പോലെ ആയിട്ടുണ്ട്. ആ സമയത്ത് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ ഉണ്ടല്ലോ, അതും കൂടി ചേർത്ത് കൊടുക്കുക. നമ്മൾ ഫുഡൊക്കെ കിട്ടിയാൽ വെറുതെ ഇറച്ചിയില്ലാത്തതുകൊണ്ട് റൈസ് കളയും. അപ്പോൾ അത് നമ്മൾ വേസ്റ്റാക്കി കളയാൻ പാടില്ലല്ലോ. അപ്പോൾ ചിക്കനൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും കഴിച്ച് പോയിക്കോളും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വേഗം റെഡിയാക്കിയതാണ് കേട്ടോ.
അപ്പോൾ അതാ ചിക്കൻ കൊണ്ടാട്ടം ഒരുവിധം റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ലൂസായിട്ട് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ വെള്ളമൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒന്നൊരു 5 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ചാൽ നല്ലൊന്ന് സെറ്റായി കിട്ടിക്കോളും. അപ്പോൾ അതാ റൈസ് ഇതാ നല്ല റൈസാട്ടോ, ചൂടുള്ള റൈസായിരുന്നു കണ്ടോ. അപ്പോൾ ആ റൈസും ചിക്കനും ഒക്കെ കൂട്ടി കഴിക്കാൻ പോവുകയാണ്. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്, സപ്പോർട്ട് ചെയ്യണേ. ആ ബെല്ലൈക്കണൊന്ന് അമർത്തുകയാണെങ്കിൽ ഞാൻ ഇടുന്ന വീഡിയോ ഒക്കെ കറക്റ്റായിരിക്കും നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത്, ഒന്ന് സപ്പോർട്ട് ചെയ്യണം. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ബായ്.